നമ്മളിൽ പലരുടെയും വലിയൊരു ആഗ്രഹമാണ് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കണം. അതായത് നമുക്ക് ഓൾറെഡി ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതിൽ 1000 ഒക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ. പക്ഷേ നമ്മളൊരു പുതിയൊരു പേജ് ഉണ്ടാക്കണം. ആ പേജ് ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഫോളോവേഴ്സൊക്കെ ആയി വരുമ്പോൾ ഒരു സമയം എടുക്കും. പിന്നെ അത്രയും ഫോളോവേഴ്സൊക്കെ ഒറ്റയടിക്ക് ആക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വെച്ചാൽ കഷ്ടപ്പെട്ട പണിയാണ്. നമ്മൾ പ്രത്യേകിച്ച് മലയാളികളൊന്നും കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിന് മുന്നിലുള്ള ഓപ്ഷൻ വെച്ചാൽ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ എങ്ങനെ ഫേസ്ബുക്ക് പേജായിട്ട് കൺവേർട്ട് ചെയ്യാം. ഫേസ്ബുക്ക് പേജായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്വന്തമായി ബിസിനസ് സ്ഥാപനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആഡ്സ് നമുക്ക് ഈ ഫേസ്ബുക്ക് പേജ് വഴി പ്രൊമോട്ട് ചെയ്ത് മറ്റുള്ളവരിലേക്കൊക്കെ കൂടുതൽ എത്തിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ നോർമലായിട്ടുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിനെ എങ്ങനെ ഫേസ്ബുക്ക് പേജാക്കി മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കുക. അതുകൊണ്ട് ഇത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷനാണ്. എന്നിട്ട് നേരെ നമ്മുടെ ഹോമിലേക്ക് പോവുക. അതുകൊണ്ട് അതിൻ്റെ ഫേസ്ബുക്ക് പേജാണ്. അതിലേക്ക് താഴോട്ട് വരുമ്പോൾ ഇരിക്കുന്ന ചില ഫ്രണ്ട്സ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് പേജാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇത് ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. ഇത് നമുക്ക് എങ്ങനെ ഫേസ്ബുക്ക് പേജാക്കി മാറ്റുന്നത്. 4000 ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു 3 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നാൽ കുറേ ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് പ്രൊഫൈൽ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ താഴോട്ട് വരുമ്പോൾ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്ന് കണ്ടോ, ഒരു സൂട്ട് കേസിൻ്റെ പടമൊക്കെ ഉള്ളത്. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കണ്ടോ ഗെറ്റ് പെയ്ഡ് ഫോർ കണ്ടൻറ്റ്, അങ്ങനെ കുറേ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ടേൺ ഓൺ എന്ന് കൊടുക്കുക. ഇതുണ്ടോ അന്നേരം ഇങ്ങനെയൊരു വിൻഡോയിലേക്കാണ് പോകുന്നത്. അതിൽ നമ്മുടെ റീച്ച്, എൻഗേജ്മെൻറ്റ്, അങ്ങനെയുള്ള നമ്മുടെ ഫേസ്ബുക്കും ഓരോ ആക്ടിവിറ്റീസിൻ്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ആയിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഞാനതൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ആക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ്. നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. ഇതുണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 4.8K ഫോളോവേഴ്സ്, 807 ഫോളോയിങ് എന്നൊക്കെ പറയാം. അത് മുമ്പ് നമ്മുടെ കാണിച്ച ഫ്രണ്ട് ലിസ്റ്റാണ് ഇവിടെ ഫോളോവേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഫേസ്ബുക്ക് പേജായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് സിമ്പിളായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.